കഴിഞ്ഞൊന്ന് മേടിച്ചോ. ബെസ്റ്റ് ഓഫ് ലക്ക്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കാണിച്ചതാ മെന്റൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. 1000 രൂപ കൊടുത്തവൻ അത് മാറ്റി പറയും. ഒരിക്കലും 1000 രൂപയ്ക്ക് വേണ്ടി മാറ്റി പറയില്ല മുതലാളി. ഞാൻ 1500 കിട്ടണം. ആരെ കൊണ്ടേ കാണിച്ചു? സ്കൂളിൽ നിന്ന് കാണിച്ചതാ, ടെസ്റ്റ് ചെയ്തതാ. സ്കൂളിൽ IQ ടെസ്റ്റിംഗ് ഇല്ലേ, എന്റെ രോഗമൊക്കെ കംപ്ലീറ്റ് മാറി. ഷോക്ക് അടിച്ചപ്പോ എന്ത് രസമായിരുന്നറിയോ? അതിന് തനിക്ക് രോഗം ഉണ്ടായിരുന്നില്ലല്ലോ. കുറച്ച് ഭ്രാന്തണ്ടായിരുന്നില്ലേ, അത് കംപ്ലീറ്റ് മാറി. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ പറഞ്ഞ ഡോക്ടർ? എന്താ പറഞ്ഞേ? ബുദ്ധി കൊള്ളാന്ന് പറഞ്ഞു. ബുദ്ധി ഇല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിക്കുറവൊന്നും. എന്നാര് പറഞ്ഞു? സ്വാമി പ്രാന്തനം പറഞ്ഞു, സിസ്റ്ററും പറഞ്ഞു, കംപ്ലീറ്റ്. അന്ന് സ്കൂളിലൊക്കെ പഠിക്കാൻ ഇടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നെ പറ്റി അടിക്കാറുണ്ട്. 4% കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഒന്ന് രണ്ടെണ്ണം ഞാനും കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങോട്ടേക്കോട്ട് ഞങ്ങൾ നടക്കണ കാര്യം വല്ല പറയടാ. സാരമില്ല, മറുപടി ഉടനെ കിട്ടിയായിരുന്നു. ഒറ്റ കാര്യം കേട്ടെ, 1 കിലോ പഞ്ഞിക്കാണ് 1 കിലോ പഞ്ചസാരക്കാണ് വെയിറ്റ് കൂടുതൽ? കൊയ്ക്കുന്ന ചോദ്യം ചോദിച്ചത്. പഞ്ഞിക്കായിരിക്കും. ആളിനെ നമുക്ക് മനസ്സിലായി. നിനക്ക് എന്തുണ്ടെന്ന് പറഞ്ഞേ? അതാ ചില സമയത്ത് ബുദ്ധിയില്ലായ്മ വരും. ചില സമയത്ത്. സോറി, ഞാൻ അത്രക്ക് ചിന്തിച്ചില്ല. പഞ്ഞു മാറ്റി വെക്ക്. 1 കിലോ കല്ലിനാണോ 1 കിലോ അരിക്കാണോ വില കൂടുതൽ, ഈ വെയിറ്റ് കൂടുതൽ? അരിക്ക്. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എടാ, ഞാൻ ചോദിച്ചത് 1 കിലോ അരിക്കാണോ 1 കിലോ കല്ലിനാണോ വെയിറ്റ് കൂടുതൽ? കല്ലിന് അരിക്കാം. അല്ലേ, അതും അല്ലേ. എന്താ പറയാ, അമ്പട കേമാ സണ്ണിക്കുട്ട. എടാ, രണ്ടും ഓരോ കിലോ അല്ലേ? അപ്പൊ രണ്ടിനും ഒരേ വെയിറ്റ് അല്ലേ? അപ്പൊ ഏതിനായിരിക്കും വെയിറ്റ് കൂടുതൽ? രണ്ടിനും ഓരോ വെയിറ്റ് ആണ്. വെയിറ്റ് ആണ്. പിന്നെ നിന്നോട് ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് എന്താടാ? ഏതായാലും വട്ടാണെന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് ഇനി സംശയമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. തന്റെ ഒച്ച ഇനി ഇവിടെ പൊങ്ങിയാലേ ചൂലെടുത്ത് മുഖത്തടിക്കാൻ എനിക്കറിയാം. ഷോക്ക് അടിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ല. പിന്നെയല്ലേ തന്റെ ഒരു ചൂല്.